എങ്ങോട്ടൊക്കെ പോകണം? പോട്ടെ പോട്ടെ. ഇതിന്റെ പേര് തന്നെ ഉണ്ട്, പ്രൈമർ. അപ്പൊ നമ്മള് കമ്പനിയിൽ കണ്ട പോലെ തന്നെ ഒരു സർപ്രൈസ് വ്ലോഗായിട്ടാണ് കേട്ടോ ഞങ്ങൾ വന്നേക്കണേ. നമ്മുടെ ആരതിക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ അതിനകത്തൊരു ചെറിയൊരു സർപ്രൈസ് വിസിറ്റും ഗിഫ്റ്റ് ഒക്കെ ആയിട്ടാണ് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോ വെൽക്കം ബാക്ക്, ദിസ് ഈസ് സമൂസ പൂസ ഒഫീഷ്യൽ. ലെറ്റ്സ് ഗോ. അപ്പൊ ഗായ്സ്, നമ്മള് KSRTCയിലെ ഒരു ചെറിയ ചായ ഷോപ്പിൽ നിന്ന് കോഫി കുടിച്ച് യാത്ര ആരംഭിച്ചതാണ് കേട്ടോ. അപ്പൊ ഏകദേശം 5 മണിക്കൂറോളം യാത്ര ചെയ്തിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. സമ്മതിക്കണം. അങ്ങനെ ഒത്തിരി നേരം ഉറങ്ങി പിടിച്ച് തൂങ്ങിയൊക്കെ ലാസ്റ്റ് നമ്മളിവിടെ കോട്ടയ്ക്കലാണ് സ്ഥലം. അപ്പൊ അവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ആഴ്തിരെ കാണാനായിട്ട് പോവുകയാണ്. ആൾക്ക് ഇതുവരെ അറിയാൻ പാടില്ല കേട്ടോ നമ്മളിവിടെ എത്തിയേക്കണ കാര്യമൊന്നും, അല്ലേ? അതെ അതെ അതെ, ഒട്ടും പ്രതീക്ഷിക്കത്തില്ല അവള്. അപ്പൊ നേരെ ഒന്ന് അവളെ ഒന്ന് കണ്ട് സർപ്രൈസ് ആക്കാം. സർപ്രൈസ്. Happy birthday to you. എല്ലാ ദിവസവും കുഴിമന്തി തിന്നുവന്നു. ഇതാണോ? അപ്പൊ ഗായ്സ്, ആരതി ഞങ്ങളെ കണ്ടു വെറുതെ വിജലംബിച്ച് പോയി. ഒന്നും പറയാനില്ല. അങ്ങനെ സുഹൃത്തുക്കളെ, ഞങ്ങളത് ആരതിയുമായിട്ട് ഇറങ്ങി കേട്ടോ. ബർത്ത്ഡേക്ക് വീട്ടിൽ നമ്മ കൊറേ സാധനങ്ങള് എന്റെ അമ്മ ചക്കര ഉണ്ടാക്കി ഇവരുടെ കൊടുത്തിട്ടാണ്. അപ്പൊ നേരെ നമുക്ക് എന്തെങ്കിലും പരിപാടി, ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ പോവാം. കുറച്ച് പ്ലാനൊക്കെ ഉണ്ട്. നമ്മൾ അടുത്ത മാസം ഒരു വലിയ പരിപാടിയാണ്. അതെ, അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ അങ്ങനെയാണ് ഗൈസ്. അപ്പൊ നേരെ പോയി എന്തെങ്കിലും കഴിക്കട്ടെ, വിശക്കുന്നു ഗൈസ്. ഞങ്ങളെ ഇവിടെ എങ്ങോട്ടൊക്കെയോ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. മൻഹൽ. ഇവിടെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഇവിടെയാണ് കേട്ടോ. ഞങ്ങളെ കോട്ടെ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി കേട്ടോ. ഇത് നേരെ ഒരു ഡ്രസ് എടുക്കാനുള്ള പരിപാടിയിലാണ്. അപ്പൊ നേരെ നമുക്ക് അങ്ങോട്ടേക്കില്ല. അപ്പോൾ നമ്മൾ നേരെ ചെന്നത് മിഠായി തെരുവിലോട്ടാണ് കേട്ടോ ഗൈസ്. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ ഇവിടെ. കുറേ കടകളൊക്കെ തുറന്നിട്ടില്ല, എന്നാലും നല്ല തിരക്കുണ്ട്. അങ്ങനെ ഒത്തിരി അലഞ്ഞ് തിരിഞ്ഞ് ഞങ്ങളൊരു കടയിലോട്ട് കയറി കേട്ടോ. അങ്ങനെ നമ്മുടെ ബർത്ത്ഡേ കേളിന് ചെറിയൊരു ഡ്രസ്സൊക്കെ ഞങ്ങൾ ഗിഫ്റ്റായിട്ട് വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. അങ്ങനെ പുറത്തോട്ടിറങ്ങുമ്പോൾ ധാരാളം ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട് കേട്ടോ, സാധനങ്ങളൊക്കെ വയ്ക്കുന്നത്. നമ്മൾ നേരെ പോയത് ഒരു ലേഡീസ് സ്റ്റോറിലോട്ടാണ് കേട്ടോ. അവിടെ ചെന്നപ്പോഴത്തേക്കും നമ്മുടെ വീഡിയോ കാണുന്ന 2 ചേച്ചിമാരെയൊക്കെ ഞങ്ങൾ പരിചയപ്പെട്ടു കേട്ടോ. എന്തോ സന്തോഷമായിരുന്നു. പ്രൈമറും ഫസ്റ്റ് കോട്ടും സെക്കൻഡ് കോട്ടും എല്ലാം എടുക്കുക. ഇതിന്റെ പേര് തന്നെ ഉണ്ട്, പ്രൈമർ. പെയിന്റ് അടിക്കാനുള്ള സാധനമാണ്. അവിടെ നിന്ന് ഇറങ്ങി കൈസ് ഇതിനൊക്കെ കൊണ്ട് ഇറക്കി അവിടെ നിന്ന്. ഇനി എങ്ങോട്ടൊക്കെ പോണം നമ്മൾ? പോട്ടെ പോട്ടെ, പോക്കത്തൊക്കെ കാലിയാവും ഗൈസ്. ഇറങ്ങി അവിടെ നിന്ന്. നിങ്ങൾ ആരെങ്കിലും മനുണ്ടെങ്കിൽ ഇതേപോലുള്ള സ്ട്രീറ്റുകളിലൊന്നും ഇതേപോലുള്ള ഐറ്റങ്ങളൊന്നും കൊണ്ടുവരരുത്. ഓക്കെ, ഇനി നമുക്ക് ബീച്ചിലോട്ട് പോവാം. പൈസ പൊടിക്കാൻ വേണ്ടി മാത്രം തുറവരുന്ന വണ്ടി കയറി കോഴിക്കോട്. ഇനി നമുക്ക് ബീച്ചിലോട്ട് പോവാം. അവിടെ നിന്ന് കപ്പലിന്റെ വിട്ടേ വായിച്ചു കേട്ടാ. നിങ്ങളെ നമ്മളിങ്ങനെ ബീച്ചിൽ തന്നെ ഇരിക്കുന്നു.
രക്ഷയില്ലാത്ത ആളുകളാണല്ലേ. ഇനി കോഴിക്കോട് ബീച്ച് കണ്ടില്ല എന്ന് നീ പറയരുത്. എടി കാണുന്നതൊക്കെ കടകളല്ലേ? നല്ല കടകളൊന്നും തുറന്നിട്ടില്ല. ഇതെല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി കടകളല്ലേ? അപ്പൊ ഇതിലൊക്കെ ഞാൻ പിന്നെ മറ്റേ ഞാൻ പറയണില്ല, പ്രീമിയം കടകള്. പോട്ടെ, നടക്കട്ടെ, പോട്ടെ. ബീച്ചില് അത്യാവശ്യം നല്ല തിരക്കായിരുന്നു കേട്ടോ. കയറുമ്പോൾ തന്നെ ധാരാളം എണ്ണക്കടികളും പ്ലേറ്റതും അങ്ങനെയുള്ള ധാരാളം ഭക്ഷണ സാധനങ്ങളൊക്കെ നമ്മൾ ഈ ബീച്ചിൽ കാണാൻ സാധിക്കും. അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും അവിടെ ചെറിയൊരു കസർത്ത് പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് നേരം ഞങ്ങൾ അടച്ചു നോക്കി നിന്നേ. ഇതും കണ്ട് ആസ്വദിച്ചിരുന്ന എനിക്ക് പുറകെ ഒരു 8ന്റെ പണി വരുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല പിള്ളേച്ച. ചെന്നിട്ടുള്ള സ്ഥലങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നായിട്ട് മാറിയിരിക്കുവാണ് കേട്ടോ ഇപ്പോൾ കോഴിക്കോട്. വേറൊന്നുമല്ല, ഇതൊക്കെ തന്നെയാണ്. കാരണം നമ്മുടെ വീഡിയോ കാണാത്തവരായിട്ട് വളരെ ചുരുക്കം മാത്രമേ ഉള്ളൂ ഇവിടെ കോഴിക്കോട്. എല്ലാവരുടെയും സ്നേഹവും സന്തോഷവും ഒക്കെ അവരുടെ മുഖത്തുനിന്ന് നമുക്ക് കണ്ടറിയാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അമ്മൂസ, നീ എന്താ നോക്കണം? അങ്ങനെ ഇരുന്നപ്പോ അമ്മൂസിന്റെ അടുത്ത് പ്രതീക്ഷിക്കാതെ ഒരു കുഞ്ഞ് അതിഥി വന്നു കേട്ടോ. ടാറ്റ ടാറ്റ ടാറ്റ. മസാല കാടമുട്ടയും കണവ. എങ്ങനെയുണ്ട്? കൊള്ളാവാ? ആണോ? അപ്പൊ സുഹൃത്തുക്കളെ, നമ്മുടെ ബീച്ചിലെ ഇന്നത്തെ കസർത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞല്ലേ. അപ്പോ ഇനി നമ്മൾ നേരെ ഇവിടെ നിന്ന് പയ്യെ സ്കൂട്ടാവുകയാണ്. ആദ്യം നമുക്ക് വണ്ടി കയറ്റി അയക്കണം. അപ്പോ അത് കാരണം ഞങ്ങൾ ഇവിടെ നിന്ന് നേരത്തെ ഇറങ്ങുവാണ്. ഇവിടെ നിന്ന് ഏകദേശം 1 മണിക്കൂറുണ്ട് ആരതിക്ക് അവളുടെ ഹോസ്റ്റലിലോട്ട് എത്താനായിട്ടല്ലേ. ഒരിക്കലും വീട്ടിൽ നിൽക്കുന്ന സുഖം എവിടെ പോയാലും കിട്ടില്ല. ഞങ്ങളുടെ കൂടെ വീട്ടിലോട്ട് പോയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നേരെ അങ്ങനെ ആരതിനെ കയറ്റി വിടാനായിട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പൊ ഓക്കെ, ടാറ്റ ടാറ്റ. അപ്പോൾ നമുക്കിനി നേരെ നമ്മൾ ബസ് സ്റ്റാൻഡിലോട്ട് പോവാണ്. നമുക്ക് ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ആള് ഭയങ്കര സങ്കടമായിരുന്നല്ലേ? പക്ഷെ അവർക്ക് ഭയങ്കര സന്തോഷമായി. നമുക്കൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല,
അവള് സന്തോഷിച്ച് കണ്ടപ്പോഴത്തേക്കും നമുക്കൊരു അതെ, ആളെ എക്സ്പെക്ട് ചെയ്തില്ല നമ്മൾ ഈ ബർത്ത്ഡേക്ക് അത്രയും ദൂരം താണ്ടി ഇവിടെ വന്ന ആളെ വിഷ് ചെയ്യുന്നല്ലേ. അപ്പൊ എന്തായാലും നല്ല സന്തോഷമുള്ള ദിവസമായിരുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് പോയേക്കാം. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഗൈസ്. നമ്മളിനിയിപ്പോ അവിടെ വീട്ടിലെത്തുമ്പോഴത്തേക്കും വെളുക്കാറാകും. അതെ അതെ അതെ. അപ്പൊ ഇനി യാത്രയില്ല, അപ്പൊ പോയേക്കുവാണ്. ടാറ്റാ ബൈ.